ഇറാനിലെ ജനതയും അത് ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുന്നു. അവിടെ റെജിം ചേഞ്ച് ആണ് അവിടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷനൊപ്പമാണ് ഇറാൻ ജനത എന്നൊക്കെ പറയുന്നത് ട്രംപിന്റെ വാദങ്ങളാണ്. ശ്രീ എം ഷിനാസ്, നോക്കൂ, ഒറ്റ കറക്ഷൻ. ട്രംപിന്റെ വാദമല്ല അത്. ആക്ച്വലി ഇറാൻ ജനത പുറത്തിറങ്ങി സ്ട്രൈക്ക് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഏകദേശം 30,000 ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടത് തന്നെ. അപ്പൊ അത് ട്രംപിന്റെ മാത്രം ആഗ്രഹമല്ല, ഇറാനിയൻ ജനതയും ഒരു പരിധിവരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവായിരുന്നു അത്. ശരി, എന്തായാലും ഇറാനിയൻ ജനത അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവിടെ പ്രതിഷേധിച്ചു എന്നുള്ളത് സത്യമാണ്. അത് അമേരിക്ക അവിടെ യുദ്ധം ചെയ്യാനും സ്കൂൾ കുട്ടികളെ കൊല്ലാനും ഒക്കെ ആഗ്രഹിച്ചാണ് ഇറാനിലെ ജനത പ്രക്ഷോഭം നടത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എം ഷിനാസ്, നോക്കൂ, 2000-ഓളം മരണം സംഭവിച്ചിരിക്കുന്നു ഇതിനോടകം ഇറാനിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമില്ല എന്ന് പറയുമ്പോൾ പോലും ക്യോമില് 6 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വലിയ ഒരാക്രമണം ഇന്നും ഇറാനിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇറാൻ തിരിച്ചും ആക്രമിക്കുന്നുണ്ട്. ഇസ്രയേലിലേക്കും ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്കും മിസൈൽ വർഷിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. പലതും ഇന്റർസെപ്റ്റ് ചെയ്തു എന്നത് ഗൾഫ് നേഷൻസ് അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്? 15 സമാധാന നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ അതിന് പകരമായി 5 അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് 5 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്. ഒരു സമാധാന ശ്രമം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ട് മറുഭാഗത്ത് കരയുദ്ധത്തിനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് തോന്നുന്നു. ഈ സമ്മർദ്ദ തന്ത്രം വിജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു ഭാഗത്ത് ചർച്ച നടത്തുക, ചർച്ച നടക്കുമ്പോൾ തന്നെ ആക്രമിക്കുക. അതായിരുന്നു നമ്മൾ 2025 ജൂണിലും കണ്ടത്. ഒമാനിൽ ചർച്ചയുടെ 6ാം വട്ട ചർച്ച എന്നുവെച്ചാൽ ഏറ്റവും അവസാനത്തെ ചർച്ച നടക്കാനിരിക്കുകയാണ് ഇസ്രായേൽ ജൂൺ 13 കയറി ആക്രമിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കയും ആക്രമണത്തിൽ ഭാഗവാക്കായി. ഇതും ചർച്ച നടക്കവേ തന്നെയാണ് ഈ ഇക്കണോമിസ്റ്റിൽ 2-3 ദിവസം മുമ്പ് ഒമാന്റെ വിദേശകാര്യമന്ത്രി ഒരു 1-ാം തരം ലേഖനം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചർച്ച ഏതാണ്ട് ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ തരത്തിൽ ഒരു തീരുമാനം, സൊല്യൂഷൻ, പരിഹാരം ഉണ്ടാവുന്ന വക്കത്തെത്തിയപ്പോഴാണ് ഈ ഫെബ്രുവരി 28 ആക്രമിച്ചത്. അപ്പൊ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഒമാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. ഇറാന് അമേരിക്കൻ വൻകരയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാന് മുമ്പിലുള്ള ലോജിക്കൽ റാഷണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ